വെൽക്കം ബാക്ക്. എത്ര നാളായല്ലേ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ വീഡിയോന്റെ കമന്റ്സിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പ്ലെയർ റേറ്റിംഗ്സ് ചെയ്യാമോ എന്ന്. എന്തായാലും ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നില്ല ബ്രോ. ഞാൻ ഈ സീസണിന്റെ ഇടയ്ക്ക് വെച്ചൊരു തീരുമാനം എടുത്തതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപാട് പ്ലെയർ പെർഫോമൻസുകളിൽ നമ്മൾ ഓവർ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ എന്തുകൊണ്ട് ബെനറിഫിനെ കുറിച്ച് സംസാരിച്ചില്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു പെർഫോമൻസിൽ ആ പ്ലെയറിനെ കുറിച്ച് ഒരുപാട് എടുത്ത് പറയാൻ താല്പര്യമില്ല. ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെ കുറ്റം പറയാം, ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെ പുകഴ്ത്തി പറയാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ വലിയ കാര്യമില്ലെന്നാണ് പേഴ്സണലി, അതാണ് എൻ്റെ ഒരു പേഴ്സണൽ നിലപാട്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഇതിലും വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. നമ്മുടെ ക്ലബ്ബ് ഓവറോൾ ഡെവലപ്പ് ആവണം. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്കേപ്പ് ഗോട്ടുകളെ കണ്ടുപിടിക്കാണ്ടിരിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ഇപ്പൊ അടുത്ത മത്സരത്തിൽ നമ്മൾ പ്ലെയർ റേറ്റിംഗ്സ് ചെയ്യുകയാണെങ്കിൽ ഓബിയസ്ലി ഒരു പ്ലെയർ നന്നായിട്ട് കളിക്കും, ഒരു പ്ലെയർ അതിൽ ഇത്തിരി മോശം പെർഫോമൻസ് ആയേക്കാം. അപ്പോൾ അവിടെ വീണ്ടും ഒരു കമ്പാരിസൺ, അയാൾ ഇങ്ങനെ ചെയ്തു ഇയാൾ വരണം, അതൊക്കെ ചെയ്ത് മടുത്തു ബ്രോ. കാരണം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കളി കാണുന്ന എല്ലാവർക്കും അറിയാം ആരാണ് നന്നായിട്ട് കളിക്കുന്നത്, ആരാണ് മോശമായിട്ട് കളിക്കുന്നത് എന്നൊക്കെ. നമ്മൾ എന്തായാലും അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ വേറെ എവിടെയും കാണാത്ത കേൾക്കാത്ത ഒരു യുണീക്ക് കോണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൺതീരവേല നമ്മുടെ ഹീറോ വന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമ്മുടെ ഫാൻസിനെയൊക്കെ മൊത്തത്തിൽ കയ്യിലെടുത്ത ആ മുതല് ഫ്രാൻസിസ്കോ ഫുലസിയർ അഥവാ ഫ്രാൻചു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചരിത്രം സൃഷ്ടിച്ച ഈ താരത്തിനെ കുറിച്ച് നിങ്ങളോട് ആരും പറയാത്ത, അധികം ആർക്കും അറിയാത്ത 5 കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ വെറുതെ തള്ളാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ച എല്ലാ സോഴ്സുകളും എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് എടുത്ത് നോക്കാം, വായിക്കാം, വെരിഫൈ ചെയ്യാം. അപ്പൊ തുടങ്ങുമല്ലേ. അർജന്റീനയിൽ ജനിച്ച് ഡിയേഗോ സിമിയോണി, ഡിയേഗോ മിലിറ്റോ, ലൗട്ടാറോ മാർട്ടിനസ് എന്നീ താരങ്ങളെല്ലാം കളിച്ച റേസിംഗ് ക്ലബിന്റെ ആരാധകനായ ഫ്രാൻചു എങ്ങനെ സ്പെയിനിലേക്ക് എത്തി എന്നുള്ളതിന്റെ പിന്നിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയുണ്ട്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 90കളിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ച അർജന്റീനിയൻ ഫോർവേഡായ ഹുവാൻ എസ്നേഡറിൽ നിന്നാണ്. എസ്നേഡർ കളിയിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം അർജന്റീനയിലെ കുട്ടികൾക്കായിട്ട് ആ രാജ്യത്ത് കുറച്ച് യൂത്ത് ടീമുകൾ തുടങ്ങി. പുള്ളിയുടെ സ്പെയിനിലെ കണക്ഷനുകൾ വെച്ച് ഈ ചെറിയ പിള്ളേരെ പുള്ളി എല്ലാ വർഷവും സ്പെയിനിൽ കൊണ്ടുപോയി അവിടുത്തെ 1-2 ക്ലബ്ബുകളൊക്കെ ആയിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും. നമ്മുടെ ഫ്രാൻചുവിന് ഒരു ചേട്ടനുണ്ട്, സാന്റിയാഗോ ഫുലസിയർ. ഈ സാന്റിയാഗോ 2006 ഹുവൻ എസ്നേഡറിന്റെ കീഴിൽ ഇതുപോലൊരു ടീമിന്റെ ഭാഗമായിട്ട് സ്പെയിനിൽ എത്തുന്നു. അവിടെ അത്ലറ്റിക്കോ മെഡ്രിഡിന്റെ യൂത്ത് ടീമിനെതിരെ ഉൾപ്പെടെ മത്സരങ്ങൾ കളിക്കുന്നു. ഇവൻച്വലി 2 വർഷത്തിന് ശേഷം ഒരു ട്രയൽ നേടി റയൽ മാഡ്രിഡിന്റെ അക്കാഡമിയിൽ പെർമനന്റ്ലി ജോയിനും ചെയ്തു. അങ്ങനെ 2009 ചേട്ടൻ സാന്റിയാഗോനെ കാണാനായി ഫ്രാൻചു ആദ്യമായി സ്പെയിനിൽ എത്തുന്നത്. അന്ന് വീട്ടിൽ ബോറടിച്ചിരുന്ന ഈ കൊച്ചു പയ്യനെ ഞാൻ നേരത്തെ പറഞ്ഞ മുൻ അർജന്റീനിയൻ റയൽ മാഡ്രിഡ് ഫോർവേഡായ ഹുവൻ എസ്നേഡർ റയൽ മാഡ്രിഡിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് കാണിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെയാണ് ആ കൊച്ചു പയ്യന്റെ ഫുട്ബോൾ സ്വപ്നം തുടങ്ങുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഫ്രാൻചുവിന്റെ അച്ഛനും അമ്മയും ഒരു വലിയ തീരുമാനം എടുക്കുന്നു. അവർ അർജന്റീന വിട്ട് സ്പെയിനിലേക്ക് പെർമനന്റ്ലി റീലൊക്കേറ്റ് ചെയ്യുന്നു. ഓബിയസ്ലി സാന്റിയാഗോ അവിടെ ഉണ്ട്. ഫ്രാൻചുവിനും നല്ല ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുമെന്ന് കരുതി അവർ ആ വലിയ റിസ്ക് എടുത്ത് ആ പുതിയ നാട്ടിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. സാന്റിയാഗോനെ പോലെ തന്നെ ഫ്രാൻചുവും റയൽ മാഡ്രിഡിന്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. പക്ഷെ അവിടുത്തെ കോമ്പറ്റീഷൻ നല്ല ഇന്റൻസ് ആയിരുന്നു. ഇവർക്ക് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 സഹോദരന്മാര് അവരുടെ ഫുട്ബോൾ ഡ്രീം സസ്റ്റെയിൻ ചെയ്യാനായി റയോ വായക്കാനോട് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. അവിടെയാണ് ശരിക്കും ഇവർ രണ്ടുപേരും റെഗുലറായിട്ട് കളിച്ച് ഇംപ്രസ് ചെയ്യാൻ തുടങ്ങിയത്. ഫ്രാൻചുവിന്റെ ബെസ്റ്റ് പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണ്. ലെഫ്റ്റ് വിങ്ങിലൂടെ നീക്കങ്ങൾ നടത്തി ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് റൈറ്റിന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി ഉള്ള പ്ലെയർ ആണ്. പണ്ട് റയൽ മാഡ്രിഡിന് ഡെബ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഫ്രാൻചുവിന്റെ ചേട്ടനോട് എങ്ങനെയാണ് തന്റെ അനിയനെ ഡിസ്ക്രൈബ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ സാന്റിയാഗോ പറഞ്ഞത് ഇങ്ങനെയാണ്: വളരെ പേഷ്യന്റും കാൽക്കുലേറ്റഡും കാമും കോൾഡുമായ ഒരു ഫിനിഷറാണ് ഫ്രാൻചു എന്ന്. ആൻഡ് ദ ക്രേസി തിങ് ഇസ്, സ്പെയിനിൽ എത്തുന്നതിന് മുമ്പ് ഫ്രാൻചു ഈ പൊസിഷനിൽ കളിച്ചിട്ടേ ഇല്ല. അർജന്റീനയിൽ കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു റോളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു പൊസിഷനാണ്. തന്റെ നാട്ടിലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഫ്രാൻചു സ്പെയിനിൽ എത്തിയപ്പോൾ അവിടുത്തെ അക്കാഡമി കോച്ചസിന് തോന്നി ആ സിസ്റ്റത്തിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാനുള്ള ഫിസിക്കൽ സ്ട്രെങ്തോ ഒരു സ്റ്റാച്ചറോ ഈ പ്ലെയറിന് ഇല്ലെന്ന്. അങ്ങനെയാണ് ഫ്രാൻചുവിനെ അവരൊരു വിങ്ങറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വളരെ നല്ല തീരുമാനം എന്നല്ലാണ്ട് എന്ത് പറയാൻ. ആ ഒരു തീരുമാനം ആ കോച്ചസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇപ്പോഴും കന്തിരവയിൽ നമ്മുടെ ആദ്യത്തെ ജയത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും.
എന്തായാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിച്ച ഗോളിന് ശേഷം 178 മത്സരങ്ങളിൽ 17 ഗോളും 19 അസിസ്റ്റുമാണ് ഫ്രാഞ്ചുവിന്റെ കരിയറിലെ സമ്പാദ്യം. എന്തുകൊണ്ടാണ് ഇത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വിങ്ങർക്ക് ഇത്രയും മത്സരങ്ങളിൽ ഇത്ര കുറവ് ഗോളുകൾ, ഇത്ര കുറവ് അസിസ്റ്റുകൾ എന്ന് ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റയൽ മാഡ്രിഡിന്റെ അക്കാഡമിയിൽ ആദ്യം ഫ്രാഞ്ചുവിന് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ലെന്ന്. അതിനുശേഷം റയോ വയക്കാനോയിൽ പോയിട്ട് ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയായിരുന്നു. 2016 ആക്ച്വലി റയൽ മാഡ്രിഡ് ഈ പ്ലെയറിനെ തിരിച്ച് സൈൻ ചെയ്തു. പിന്നീട് അങ്ങോട്ട് റയൽ മാഡ്രിഡിന്റെ ജുവനീൽ ടീമിന് വേണ്ടി ഫ്രാഞ്ചു ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഈ റയൽ മാഡ്രിഡിന്റെ യൂത്ത് സെറ്റപ്പിനെ കുറിച്ച് ഞാനൊരു ചെറിയ ഐഡിയ തരാം. അവർക്ക് കുറെ സെക്ഷൻസ് ഉണ്ട്. അതിൽ കാസ്റ്റിയ എന്ന് പറയുന്നത് അവരുടെ റിസർവ് ടീമാണ്, അതായത് ഫസ്റ്റ് ടീമിന്റെ താഴെ വരുന്നത്. അതിന് താഴെ ജുവനീൽ എയും ജുവനീൽ ബിയും ഉണ്ട്. അതായത് അണ്ടർ 19 ടീമിന്റെ തന്നെ എ ടീമും ബി ടീമും അതുപോലെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ യുവനിൽ എയിലേക്കാണ് ഫ്രാഞ്ചു ആദ്യം എത്തുന്നത്. അവിടെ അന്ന് പരിശീലകൻ റയൽ മാഡ്രിഡിന്റെ ഒരു ഐക്കോണിക് പ്ലെയർ ആയ ഗൂട്ടിയാണ്. ഗൂട്ടി കോച്ചിങ്ങിലേക്ക് കടന്നതിന് ശേഷം വലിയൊരു അച്ചീവ്മെന്റ് നേടിയ സീസൺ ആണത്. 2016-17 സീസണിൽ ഫ്രാഞ്ചു ഭാഗമായ ഈ ഹുവനിൽ എ ടീം ഒരു ഡൊമസ്റ്റിക് ട്രബിൾ അടിച്ചു. ഡിവിഷൻ ഡി ഓണർ, കോപ്പ ഡി കാമ്പിയോനെസ്, കോപ്പ ഡെൽ റേ യുവനിൽ എന്നീ 3 ട്രോഫികളാണ് ഇവർ ഒരുമിച്ച് ജയിച്ചത്. ആ ട്രബിൾ വിന്നിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ റയൽ മാഡ്രിഡ് കളിക്കുന്ന ഫ്രാൻ ഗാർസിയ, ഫെഡെ വാൽവർഡെ, അതുപോലെ തന്നെ PSG-യുടെ അച്റഫ് ഹക്കീമി. ആ സീസൺ യൂത്ത് ടീമിന് വേണ്ടി ഫ്രാഞ്ചു തകർത്താടിയതിനു ശേഷമാണ് റയൽ മാഡ്രിഡിന്റെ സീനിയർ ടീമിനായിട്ട് സിനദീൻ സിദാൻ ഒരു കോമ്പറ്റിറ്റീവ് കപ്പ് മത്സരത്തിൽ ഫുവൻലബ്രാഡക്കെതിരെ ഈ പ്ലെയറിന് ഡെബ്യൂ നൽകുന്നത്. റയൽ മാഡ്രിഡിന്റെ സീനിയർ ടീമിലേക്ക് സിനദീൻ സിദാൻ വിളിക്കുമ്പോൾ ആ ടീമിലെ ഒരേ ഒരു അർജന്റീനിയൻ താരം ഫ്രാഞ്ചു ആയിരുന്നു. തന്റെ യൂത്തും സീനിയർ ലെവലിലുള്ള ഫുട്ബോൾ മുഴുവൻ സ്പെയിനിൽ കളിച്ചതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഫ്രാഞ്ചുവിന് സ്പെയിനിനെ റെപ്രസെന്റ് ചെയ്യായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പോപ്പുലർ ന്യൂസ് പേപ്പർ ഫ്രാഞ്ചുവിനെ വിശേഷിപ്പിച്ചത് ദ മെസ്സി ഓഫ് റിയൽ മാഡ്രിഡ് എന്നാണ്. നിങ്ങൾ തംബ്നെയിലും കണ്ടത് അതാണ്. അല്ലാണ്ട് ഞാൻ ചുമ്മാ ഒരു അർജന്റീനക്കാരനായോണ്ട് വെറുതെ മെസ്സി ആയിട്ടൊരു കണക്ഷൻ കൊണ്ടുവന്നതല്ല. അർജന്റീന എന്നുള്ള ഒരു താരം റയൽ മാഡ്രിഡിന് വേണ്ടി സീനിയർ ലെവലിൽ ഡെബ്യൂ നേടിയിട്ടും എന്തുകൊണ്ട് അയാൾ ഒരു യൂത്ത് ലെവലിൽ പോലും ആ രാജ്യത്തിന് വേണ്ടി ഒരു മത്സരം കളിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ പിന്നിൽ ഒരു വലിയ അഴിമതിയുടെ കഥയുണ്ട്. 2017 അർജന്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. അവരുടെ കുറച്ച് സീനിയർ ഒഫീഷ്യൽസ് TV ബ്രോഡ്കാസ്റ്റ് റൈറ്റിന്റെ പൈസയെന്ന് കൈയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ചില ക്ലബ്ബുകൾക്ക് അവരുടെ പ്ലെയേഴ്സിന് സാലറി കൊടുക്കാൻ പോലും പൈസ ഇല്ലാണ്ടായി. ഈ ഒരു അഴിമതി ശരിക്കും അർജന്റീനിയൻ ഫുട്ബോളിനെ പിടിച്ചു കുലുക്കി. 200-ൽ പരം അർജന്റീനിയൻ ക്ലബ്ബുകളിലെ പ്ലെയേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തു. 2 ടോപ്പ് ഡിവിഷൻ മത്സരങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. ഈവൻ അവിടുത്തെ ഗവൺമെന്റ് ഇടപെട്ട് $22 മില്യൺ ഈ ഫെഡറേഷന് നൽകി. നിങ്ങൾ ഈ കൊടുത്തു തീർക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു തീർക്കുന്നത്. എന്നിട്ടും ക്ലബ്ബുകളും പ്ലെയേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാനായില്ല. ഒരുപാട് നാള് ആ പ്രശ്നം നീണ്ടുപോയി. ഈ സംഭവങ്ങളൊക്കെ അർജന്റീനയിൽ അരങ്ങേറുന്നതിന്റെ ഇടയിലാണ് ഫ്രാഞ്ചുവിന്റെ റയൽ മാഡ്രിഡ് കോളപ്പ്. അതുകൊണ്ട് തന്നെ സ്പെയിനിൽ യൂത്ത് ലെവലിൽ തരംഗം സൃഷ്ടിച്ച ഈ താരത്തിനെ അർജന്റീനിയൻ ഫെഡറേഷന് നോട്ടീസ് ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോളപ്പിനെ ചുറ്റിപ്പറ്റി AFAയുടെ ഏതോ ഒരു ചീഫും അതുപോലെ തന്നെ ഫ്രാഞ്ചുവിന്റെ ചേട്ടനായ സാന്റിയാഗോയും സംസാരിച്ചിട്ടുണ്ട്. സാന്റിയാഗോയ്ക്ക് ശരിക്കും അത്ഭുതമായിരുന്നു റയൽ മാഡ്രിഡിനെ സീനിയർ ലെവലിൽ റെപ്രസെന്റ് ചെയ്ത ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് ഒരു അർജന്റീനിയൻ യൂത്ത് ടീമിൽ പോലും കൺസിഡർ ചെയ്തില്ലെന്ന്. പക്ഷെ ആ ഒരു ഒഫീഷ്യൽ പറഞ്ഞത് വേറൊരു കാര്യമാണ്. ഒബ്വിയസ്ലി സ്പെയിനിൽ അത്രയും നാൾ കളിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ പ്ലെയറിന് അർജന്റീനനെ റെപ്രസെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫോർമലി അവർ അപ്രോച്ച് ചെയ്യാഞ്ഞെന്ന്. എന്തായാലും ഈ ഒരു കോൺട്രവേഴ്സിയുടെ ഇടയ്ക്ക് ഫ്രാഞ്ചുവിന് ഡിസർവ് ചെയ്തൊരു കോളപ്പ് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതുവരെ ഫ്രാഞ്ചുവിന്റെ കരിയർ കറക്റ്റ് ട്രാക്കിലാണ്. പിന്നെ എവിടെയാണ് ഈ താരത്തിന് വഴിമുട്ടിയത്? അതിലേക്ക് നമുക്ക് വരാം. പരിക്കാണ് ഇവിടെ മെയിൻ വില്ലൻ. 2018 ഡിസംബറിൽ തന്റെ ആദ്യ ACL ഇഞ്ചുറി പറ്റിയ ഫ്രാഞ്ചു പിന്നീട് 2019 സെപ്റ്റംബറിലാണ് റയൽ മാഡ്രിഡിന്റെ യൂത്ത് ടീമിന് വേണ്ടി കളിക്കുന്നത്. ആ ഒരു ഇഞ്ചുറി ഈ പ്ലെയറിനെ ശരിക്കും മെന്റലി എഫക്ട് ചെയ്തു. ഗെറ്റാഫെ ബിക്കെതിരെ കംബാക്ക് നടത്തിയതിനു ശേഷം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞ് ഫ്രാഞ്ചു ലിറ്ററലി കരയുന്നതിന്റെ ഇമേജസ് ഒക്കെ സ്പാനിഷ് മീഡിയയിൽ വന്നിരുന്നു. ആ റിക്കവറി പ്രോസസ്സ് ശരിക്കും ഈ പ്ലെയറിന് അത്രയും വലിയൊരു ചാലഞ്ച് ആയിരുന്നു. ഈ 2019-20 സീസൺ നമുക്കറിയാം, കോവിഡിന്റെ ഔട്ട് ബ്രേക്ക് മൂലം സ്പെയിനിൽ യൂത്ത് ലെവലിലെ മത്സരങ്ങളൊന്നും അങ്ങനെ റെഗുലർ ആയിട്ട് നടന്നിരുന്നില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് മിനിറ്റുകൾ കളിച്ച ഫ്രാഞ്ചു ഒരു കംബാക്കിനായിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. ബുണ്ടസ്ലീഗ ക്ലബ്ബായ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അർജന്റീനിയൻ ക്ലബ്ബായ റിയൽ റേസിംഗും ഈ താരത്തിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. ആ 2 ട്രാൻസ്ഫറും നടന്നില്ല. പിന്നീട്
2021 വീണ്ടും പരിക്ക്, അതും ഒരു ലിഗമെന്റ് ഇഞ്ചറി. ആക്ച്വലി ഒരു ACL ഇഞ്ചറി റീകൺസ്ട്രക്ഷൻ ചെയ്ത ആളാണ് ഞാൻ എൻ്റെ മുട്ടില്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചറി ആണതെന്ന്. വളരെ കോമൺ ആണ്, പക്ഷെ അതിന്റെ റിക്കവറി ആയിക്കോട്ടെ, അതിന്റെ ഒരു റീഹാബ് ആയിക്കോട്ടെ, എല്ലാം നല്ല ചാലഞ്ചിങ് ആണ്. എസ്പെഷ്യലി നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലിലോ ഈവൻ ഒരു അമേച്ചർ ലെവലിലോ കളിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു ഇഞ്ചറിക്ക് ശേഷം നിങ്ങളുടെ ഫുട്ബോൾ കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുട്ബോൾ എക്സ്പെക്ടേഷൻസോ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ചെറുപ്രായത്തിൽ അങ്ങനത്തെ 2 ഇഞ്ചറീസ് ആണ് ഫ്രാഞ്ചുവിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ലെവലിൽ ആ കാണിച്ച പൊട്ടൻഷ്യല് സീനിയർ ലെവലിൽ ഈ പ്ലെയറിന് ഫുൾഫിൽ ചെയ്യാനാവാഞ്ഞത്. ടാലന്റിന്റെ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല, പക്ഷെ ഒരേ ഒരു പേടി, ആ പരിക്ക് ഇപ്പോഴും ഇയാളെ വേട്ടയാടുന്നുണ്ടോ, ഇനിയും ആ പരിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് മാത്രമാണ്. തുടക്കം എന്തായാലും കന്തീരവയിൽ പൊളിച്ചു. ഇനിയും അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് ഫ്രാഞ്ചുവിന് സമ്മാനിക്കാനാവട്ടെ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ സൈനിങ്ങിനെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത 5 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ പ്ലെയറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇംപ്രഷനും കമന്റ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയും ആക്ച്വലി ഈ സെയിം ഫോർമാറ്റ് ആണ്. നമ്മുടെ പുതിയ കോച്ചായ ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച് ആർക്കും അറിയാത്ത 5 കാര്യങ്ങൾ. ഇതിലൊരു കേരള ബ്ലാസ്റ്റേഴ്സ് കണക്ഷനും ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. ഐ ആം ഷുവർ നിങ്ങൾ അതിലെ കണ്ടന്റ് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.